ഗുഡ്നസ് ടി വിയുടെ ലോകമെമ്പാടുമുള്ള പ്രിയ പ്രേക്ഷകരെ, ഏവർക്കും ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ഈ പഠന പരമ്പരയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ ഏതാനും ചില എപ്പിസോഡുകളിൽ പുതിയ നിയമത്തിലെ 4-ാം സുവിശേഷം എന്നറിയപ്പെടുന്ന യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 11-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 11-ാം അധ്യായത്തിൽ 1 മുതൽ 44 വരെയുള്ള മരിച്ച ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവമാണ് നമ്മൾ പഠിക്കുന്നത്. ആ ഭാഗത്തെ 4 ഉപവിഭാഗങ്ങളായി നമ്മൾ കാണുകയാണ്. അതിൽ 3 ഭാഗങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. 11-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വചനങ്ങളിൽ ലാസറിൻ്റെ രോഗവിവരം അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സഹോദരിമാരായ മർത്തായും മറിയവും കർത്താവിൻ്റെ അടുക്കലേക്ക് ആളയക്കുന്നതാണ് ആദ്യ ഭാഗം. രണ്ടാമത്തേത് 8 മുതൽ 16 വരെയുള്ള വചനങ്ങളാണ്. അവിടെ യേശു കർത്താവ് ബഥാനിയായിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ശിഷ്യന്മാർ അദ്ദേഹത്തെ തടയുന്നതും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നതുമായ ഭാഗമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശിഷ്യന്മാരുടെ പ്രതികരണം എന്ന വിഭാഗത്തിൽ. മൂന്നാമതായി 17 മുതൽ 27 വരെയുള്ള വചനഭാഗത്ത് യേശുവും ലാസറിൻ്റെ കുടുംബവുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഈ ഭാഗത്തിൻ്റെ 4-ാമത്തെ ഉപവിഭാഗമായ 28 മുതൽ 44 വരെയുള്ള വചനങ്ങളിലേക്കാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ശ്രദ്ധ പതിപ്പിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 28 മുതൽ 44 വരെയുള്ള വചനങ്ങൾ കൃത്യമായും യേശു കർത്താവ് മരിച്ച് അടക്കപ്പെട്ട ലാസറിനെ 4-ാം ദിവസം ഉയർപ്പിക്കുന്ന ഭാഗമാണ്. ആ വചനഭാഗം വായിച്ചുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് ആരംഭിക്കാം. ബൈബിള് കരുതിയിട്ടുള്ള എല്ലാവരും കൈകളിലെടുക്കുക. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 28 മുതൽ 44 വരെയുള്ള വചനങ്ങൾ. യേശു കരയുന്നു. ഇത് പറഞ്ഞിട്ട് അവൾ പോയി തൻ്റെ സഹോദരിയായ മറിയത്തെ വിളിച്ച്, ഇതാ ഗുരു ഇവിടെയുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് സ്വകാര്യമായി പറഞ്ഞു. അത് കേട്ട ഉടനെ അവൾ എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ചെന്നു. യേശു അപ്പോഴും ഗ്രാമത്തിൽ പ്രവേശിച്ചിട്ടില്ലായിരുന്നു. മർത്ത കണ്ടുമുട്ടിയ സ്ഥലത്തു തന്നെ അവൻ നിൽക്കുകയായിരുന്നു. മറിയം തിടുക്കത്തിൽ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നത് കണ്ട് വീട്ടിൽ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്ന യഹൂദർ അവളെ അനുഗമിച്ചു. അവൾ ശവകുടീരത്തിങ്കൽ കരയാൻ പോവുകയാണെന്ന് അവർ വിചാരിച്ചു. മറിയം യേശു നിന്നിടത്ത് വന്ന് അവനെ കണ്ടപ്പോൾ കാൽക്കൽ വീണു പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അവളും അവളോട് കൂടെ വന്ന യഹൂദരും കരയുന്നത് കണ്ടപ്പോൾ യേശു ആത്മാവിൽ നെടുവീർപ്പിട്ടുകൊണ്ട് അസ്വസ്ഥനായി ചോദിച്ചു, അവനെ നിങ്ങൾ അടക്കിയിരിക്കുന്നത് എവിടെയാണ്? അവർ അവനോട് പറഞ്ഞു, കർത്താവേ, വന്നു കാണുക. യേശു കണ്ണീർ പൊഴിച്ചു. അപ്പോൾ യഹൂദർ പറഞ്ഞു, നോക്കൂ, അവൻ എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നു. എന്നാൽ അവരിൽ ചിലർ പറഞ്ഞു, അന്ധൻ്റെ കണ്ണു തുറന്ന ഈ മനുഷ്യന് ഇവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ലേ? ലാസറിനെ ഉയർപ്പിക്കുന്നു. യേശു വീണ്ടും നെടുവീർപ്പിട്ടുകൊണ്ട് ശവകുടീരത്തിങ്കൽ വന്നു. അതൊരു ഗുഹയായിരുന്നു. അതിന്മേൽ ഒരു കല്ല് വച്ചിരുന്നു. യേശു പറഞ്ഞു, ആ കല്ലെടുത്തു മാറ്റുവിൻ. മരിച്ചയാളുടെ സഹോദരിയായ മർത്ത പറഞ്ഞു, ഇപ്പോൾ ദുർഗന്ധമുണ്ടായിരിക്കും, ഇത് 4-ാം ദിവസമാണ്. യേശു അവളോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അപ്പോൾ അവർ കല്ലെടുത്തു മാറ്റി. യേശു കണ്ണുകൾ ഉയർത്തി പറഞ്ഞു, പിതാവേ, എന്നെ ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് എന്നെ എപ്പോഴും ശ്രവിക്കുമെന്നും എനിക്കറിയാം.
എന്നാൽ എന്നെ അയച്ചത് അവിടുന്നാണെന്ന് ചുറ്റും നിൽക്കുന്ന ജനക്കൂട്ടം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഇത് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ലാസറേ, പുറത്തു വരിക. അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു. അവൻ്റെ കൈകാലുകൾ നാടകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടും മുഖം കച്ച കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടുമിരുന്നു. യേശു അവരോട് പറഞ്ഞു, അവൻ്റെ കെട്ടുകൾ അഴിക്കുവിൻ, അവൻ പോകട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 44 വരെയുള്ള വചനങ്ങളിൽ 4 ഉപവിഭാഗങ്ങളായി നമ്മൾ കാണുന്ന ലാസറിനെ ഉയർപ്പിക്കുന്ന യോഹന്നാൻ സുവിശേഷകൻ രേഖപ്പെടുത്തിയിട്ടുള്ള, 4-ാം സുവിശേഷകൻ മാത്രം രേഖപ്പെടുത്തിയിട്ടുള്ള വചനഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. 4-ാമത്തെ ഭാഗം 28-ാമത്തെ വാക്യം മുതൽ 44-ാമത്തെ വാക്യം വരെയാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ഇതാണ്. ആദ്യമേ തന്നെ ഈ വചനഭാഗത്തിന് പൊതുവായി 28 മുതൽ 44 വരെയുള്ള വചനത്തിന് പൊതുവായി ഈശോ ലാസറിനെ ഉയർപ്പിക്കുന്നു എന്ന ഒരു തലവാചകം, ഒരു ടൈറ്റിൽ, ഒരു ഹെഡിങ് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ലാസറിൻ്റെ ശവകുടീരത്തിലെത്തിയ ഈശോ കണ്ണീർ പൊഴിച്ചതായി 35-ാമത്തെ വാക്യത്തിൽ നമ്മളിപ്പോൾ വായിച്ചു കേട്ടു. സഹാനുഭൂതിയുടെ ഒരു കരച്ചിലാണോ ഇത് എന്ന് ചിലർക്കെങ്കിലുമൊക്കെ ഒരു സംശയമുണ്ടായേക്കാം. എന്നാൽ എനിക്ക് തോന്നുന്നു ഇത് സഹാനുഭൂതിയുടെ കരച്ചിൽ അല്ലെങ്കിൽ കണ്ണുനീർ എന്നതിലുപരിയായി ദൈവശാസ്ത്രപരമായ ഒരു അർത്ഥതലം ഈ കണ്ണുനീരിനുണ്ട്, കർത്താവിൻ്റെ കരച്ചിലിനുണ്ട്. ഒരു താരതമ്യത്തിന് വേണ്ടിയിട്ടാണ്. ഗത്സമൻ തോട്ടത്തിൽ വലിയ ദുഃഖത്തിൽ മുഴുകിയ ഈശോയ്ക്ക് അനുഭവപ്പെട്ട വേദനയെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ച അതേ പദങ്ങൾ തന്നെയാണ് ഗ്രീക്ക് മൂലഗ്രന്ഥത്തിലും ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്നതാണ് ഈ ഭാഗത്തെ പ്രസക്തമാക്കുന്ന ഒരു കാര്യം. ഗത്സമൻ തോട്ടത്തിൽ രക്തം വിയർത്ത് കഠിനമായ വേദന അനുഭവിക്കുന്ന കർത്താവ് എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ എന്നാണ് ഇംഗ്ലീഷിൽ അപ്രകാരമുള്ള കഠോരമായ വേദനയെക്കുറിച്ച് പറയുക. അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം തന്നെയാണ് യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ കർത്താവ് കണ്ണീർ പൊഴിക്കുന്ന അവസരത്തിലും ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന വാക്കുകൾ എന്നതാണ് ഈ വചനഭാഗത്തെ പ്രസക്തമാക്കുന്നത്. 2 വാക്കുകളാണ് ഗ്രീക്ക് മൂലഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നത്. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാനായി സാധിക്കും. എംബ്രിമസ്തായി എന്ന ഒരു ഗ്രീക്ക് വാക്കും അതോടൊപ്പം താരാത്സെയിൻ എന്ന മറ്റൊരു ഗ്രീക്ക് വാക്കുമാണ് കഠിനമായ വേദനയെ കാണിക്കാൻ ഗത്സമൻ തോട്ടത്തിലും അതോടൊപ്പം ലാസറിൻ്റെ കല്ലറയിങ്കലും ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന സമാനമായ പദങ്ങൾ. എംബ്രിമസ്തായി എന്ന വാക്കിൻ്റെ അർത്ഥം കഠോരമായ വേദന എന്നാണ്. അതുപോലെ തന്നെ താരാത്സെയിൻ എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥവും കുത്തിപ്പറിക്കുന്ന വേദന എന്ന അർത്ഥം വരുന്ന തരത്തിലാണ്. ഇപ്രകാരം സഹാനുഭൂതിയുടെ ഒരു കരച്ചിൽ എന്നതിനേക്കാൾ ഉപരിയായി ദൈവശാസ്ത്രപരമായ അർത്ഥം നൽകുന്ന ഒരു വേദനയായി, ഒരു കരച്ചിലായി ഈ വചനഭാഗത്തെ തീർച്ചയായും നമ്മൾ കാണേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ഗത്സമൻ തോട്ടത്തിൽ ഈശോ മരണത്തെ മുഖാഭിമുഖം കണ്ടു. മരണം പാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന കാരണത്താൽ യേശു കർത്താവ് മുഖാഭിമുഖം കണ്ട മരണത്തിൻ്റെ മുൻപിലാണ് വലിയ വേദനയോടെ, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ എന്ന് പറഞ്ഞ് തൻ്റെ മാനുഷികമായ ആഗ്രഹത്തെ ദൈവികമായ തീരുമാനം കൊണ്ട് അതിലംഘിച്ച് എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചു പറയാൻ യേശു കർത്താവിനെ പ്രാപ്തനാക്കിയത് വലിയ ഘോരമായ വേദനയുടെ നടുവിലും. എന്നാൽ ഇവിടെ ലാസറിൻ്റെ ശവകുടീരത്തെങ്കിലെത്തിയ ഈശോ
പാപവും മരണവും എന്ന യാഥാർത്ഥ്യത്തെ നേരിടുകയാണ് എന്ന് നമുക്ക് മനസ്സിലാകും. തൻ്റെ സ്നേഹിതൻ ലാസർ മരിച്ചു കിടക്കുന്നു, 4 ദിവസങ്ങളായി അടക്കപ്പെട്ടിട്ട് എന്നറിയുമ്പോഴും പാപവും മരണവും എന്ന യാഥാർത്ഥ്യങ്ങളെ നേരിടാനായി യേശു കർത്താവ് തന്നെ ഒരുക്കുന്നു. ഇപ്രകാരമുള്ള വലിയ വേദനയുടെ ഒരു അവസരത്തിലും എന്നതാണ് ഇവിടെ പ്രസ്താവ്യമായ കാര്യം. കരയുന്ന ഈശോ മാനുഷിക പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ഭാരത്താൽ വിതുമ്പുന്ന മനുഷ്യനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. എത്ര മനോഹരമാണ് ഈ വചനഭാഗത്ത് നമ്മൾ കാണുന്ന ഒരുപക്ഷെ ബൈബിളിലെ തന്നെ ഏറ്റവും ചെറിയ സെൻറ്റൻസ് എന്നറിയപ്പെടുന്ന വാക്യമാണ് യേശു കരഞ്ഞു എന്ന വാക്യം. 2 വാക്കുകൾ മാത്രമേ ഉള്ളൂ. യേശു കരഞ്ഞു. ബൈബിളിലെ ഏറ്റവും ചെറിയ വാക്യമാണത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കരയുന്ന ഈശോ മാനുഷിക പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ഭാരത്താൽ വിതുമ്പുന്ന മനുഷ്യനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു, ഒന്നായിത്തീരുന്നു. സിമ്പതി എന്ന വാക്കല്ല, മറിച്ച് എംപതി എന്ന ഇംഗ്ലീഷ് വാക്കുകൊണ്ടാണ് ഇതിനെ നമുക്ക് ഉപമിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഞാൻ കരുതുക. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും അടിമത്തത്തിലായിരിക്കുന്ന മനുഷ്യനെ രക്ഷിക്കാനായി ഈശോ അവനുമായി താദാത്മ്യപ്പെടുന്നു എന്നതാണ് വാസ്തവം. അതിനായി ദൈവപുത്രനും മരണത്തിന് വിധേയനാവുകയാണ്. ലാസറിൻ്റെ മരണത്തെയും ഉയിർപ്പിനെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യേശു കർത്താവ് തൻ്റെ തന്നെ മരണത്തെയും ഉത്ഥാനത്തെയുമാണ് ഇവിടെ വിവക്ഷിക്കുന്നത് എന്ന ദൈവശാസ്ത്രപരമായ അർത്ഥതലം ഒരു എസ്കത്തോളജിക്കൽ ഡയമെൻഷൻ നൽകുന്നുണ്ട്. കാരണം മനുഷ്യന് നിത്യജീവൻ നൽകാൻ ദൈവം ജീവൻ ത്യജിച്ചു എന്നതാണ് ശരി. മനുഷ്യന് നിത്യജീവൻ നൽകാൻ ദൈവപുത്രൻ ജീവൻ ത്യജിക്കുന്നു കാൽവരി കുരിശിൽ. അതുകൊണ്ട് തന്നെയും നിത്യജീവൻ നേടാനായി മരണമെന്ന യാഥാർത്ഥ്യത്തിലൂടെ ഓരോ വ്യക്തിയും കടന്നു പോകേണ്ടിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം, വസ്തുതയാണ് ഇതിലൂടെ കർത്താവ് 4-ാം സുവിശേഷകനായ യോഹന്നാൻ്റെ വാക്കുകളിലൂടെ നമ്മുടെ മുൻപിൽ വെക്കുന്ന ദൈവശാസ്ത്രപരമായ പ്രമേയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയും ലാസറിനെ ഉയിർപ്പിച്ചതാണ് ഈശോയുടെ മരണത്തിന് നിർണായകമായ സംഭവമായി നിലകൊള്ളുന്നത് എന്നതും ഇവിടെ പ്രത്യേകമായ ശ്രദ്ധ അർഹിക്കുന്ന ഒരു കാര്യമാണ്. ലാസറിനെ ഉയർപ്പിച്ചതോടുകൂടെ കർത്താവിൻ്റെ മരണത്തിലേക്കുള്ള പോക്ക് യഹൂദന്മാർ ത്വരിതപ്പെടുത്തി അവനെ കൊല്ലാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് എത്തി എന്നുള്ളതാണ് ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം. ഈ വചനഭാഗത്ത് നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ലാസറിനെ ഉയിർപ്പിക്കുന്നതിന് മുൻപ് കർത്താവ് നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഞാൻ ആ പ്രാർത്ഥനയെ കൃതജ്ഞതാ സ്തോത്ര പ്രാർത്ഥന എന്നാണ് വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. കൃതജ്ഞതാ സ്തോത്ര പ്രാർത്ഥന, എ പ്രയർ ഓഫ് താങ്ക്സ് ഗിവിംഗ് എന്ന് പറയാം. നന്ദിയുടെ പ്രകരണങ്ങളെ പ്രാർത്ഥനയാക്കി മാറ്റുന്നു ഈശോ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുൻപ് ഈശോ പിതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. 3 പ്രത്യേകതകളാണ് ഈശോയുടെ ഈ പ്രാർത്ഥനയിൽ നമ്മൾ കാണുന്നത്. 3 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് കൃതജ്ഞതാ പ്രകാശനമാണ്. ഈശോ കൃതജ്ഞതയർപ്പിക്കുന്നു പിതാവായ ദൈവ തിരുസന്നിധിയിൽ. രണ്ടാമത്തേത് തൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും എന്നുള്ള ഉറപ്പ് ഈശോയ്ക്കുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ദൈവം എന്ന് പറഞ്ഞാൽ ദൈവപിതാവ് എന്നാണ് അർത്ഥം. ദൈവപുത്രനായ യേശു കർത്താവിൻ്റെ പ്രാർത്ഥനയെ ദൈവപിതാവ് കേൾക്കുമെന്നുള്ള ഉറപ്പ് യേശു കർത്താവിനുണ്ടായിരുന്നു. 3-ാമത്തെ പോയിന്റ് എന്ന് പറയുക, ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തുന്ന പ്രാർത്ഥനയാണ് ലാസറിൻ്റെ കല്ലറയെങ്കിൽ ഈശോ നടത്തിയത് എന്നതാണ്. ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്താൻ ഈ പ്രാർത്ഥനയിലൂടെ കർത്താവിന് സാധിച്ചു എന്നുള്ളതാണ്. ഇത് കേവലം ലാസറിൻ്റെ ഉയിർപ്പിലേക്ക് നയിക്കാൻ മാത്രമുള്ളതോ, ലാസറിൻ്റെ സഹോദരിമാരുടെ വിഷമത്തിൽ ആശ്വാസം നൽകാൻ മാത്രമുള്ളതോ,
ബഥാനിയ എന്നുള്ള ഗ്രാമപ്രദേശത്തുള്ള ജനങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതോ അല്ല, മറിച്ച് ലോകമെമ്പാടുമുള്ള സകല ജനങ്ങൾക്കും ദൈവത്തിൻ്റെ കാരുണ്യത്തെ, മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലിനെ വെളിപ്പെടുത്തുന്ന അടയാളമാണ്, അത്ഭുതമാണ്, ഒരു മഹാസംഭവമാണ് ലാസറിൻ്റെ ഉയിർപ്പ് നടക്കുന്നതിലൂടെ നാലാം സുവിശേഷകൻ ഈ ലോകത്തോട് പറയുന്നത് യേശു കർത്താവിൻ്റെ കൃതജ്ഞതാ സ്തോത്ര പ്രാർത്ഥനയിലൂടെ. ഈശോയുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും തൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഹൃദയമുയർത്തി പിതാവിന് സ്തുതിയും കൃതജ്ഞതയും അർപ്പിക്കുന്ന കർത്താവിനെ ബൈബിളിലൂടെ, പ്രത്യേകിച്ച് സുവിശേഷങ്ങളിലൂടെ നമുക്ക് കാണാനായി സാധിക്കും. അതിലേതാനും ചില ബൈബിൾ ഭാഗങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് കൊണ്ടുവരികയാണ്. ഈശോ ദൈവപിതാവിന് കൃതജ്ഞതയർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതായി മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം ഒരു വചനം വായിക്കുന്നുണ്ട്. മത്തായി 11:25. ആ സമയത്ത് യേശു പറഞ്ഞു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിലും നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഈശോ ദൈവപിതാവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ്. നീ ഇക്കാര്യങ്ങൾ, ക്ലേശിതർക്ക് ആശ്രയമായി കർത്താവ് തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് പറയുന്ന വചനഭാഗമാണിത്. അവിടെയാണ് ഈശോ പറയുന്നത്, നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിലും നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ നിന്നെ ഞാൻ സ്തുതിക്കുന്നു എന്നാണ് ആ വചനഭാഗത്ത് യേശു കർത്താവ് കൃതജ്ഞതാ സ്തോത്രം അർപ്പിച്ചുകൊണ്ട് ദൈവപിതാവിൻ്റെ സന്നിധിയിൽ നടത്തുന്ന പ്രാർത്ഥന. ഇതിന് സമാനമായ ഒരു പ്രാർത്ഥന ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിലും നമ്മൾ കാണുന്നുണ്ട്. ലൂക്ക 10-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ ആ വചനം കാണുന്നത്. അതിപ്രകാരമാണ്. ലൂക്ക 10:21. ആ മണിക്കൂറിൽ തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് ഇവ ബുദ്ധിമതികളിലും വിവേകികളിലും നിന്നും മറച്ചു വയ്ക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അതേ പിതാവേ, അതായിരുന്നു അവിടുത്തെ തിരുവുള്ളം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു കേട്ട വചനത്തിന് സമാനമായ വചനമാണ് ലൂക്കാ സുവിശേഷകൻ 10-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നത്. അവിടെ ഇപ്രകാരമാണ് ഈശോ കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. ദൈവപിതാവിൻ്റെ സന്നിധിയിൽ സ്തുതികൾ അർപ്പിക്കുന്ന പുത്രനായ ഈശോ. ഇപ്രകാരം മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 25-ാം വാക്യത്തിലും ലൂക്കാ സുവിശേഷം 10-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിലും ദൈവപിതാവിനെ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവാണ് യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ലാസറിൻ്റെ കല്ലറയിങ്കൽ വന്നു നിന്നുകൊണ്ട് ദൈവപിതാവിനെ സ്തുതിച്ച് കൃതജ്ഞതയർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് എന്നതാണ് ഈ ഭാഗത്തെ വളരെ പ്രാധാന്യമർഹിക്കുന്ന വചനഭാഗമാക്കി മാറ്റുന്നത്. പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ കൃതജ്ഞതാനിർഭരമായ ഹൃദയത്തോടെ വ്യാപരിക്കുന്ന ഒരു ജീവിതമായിരുന്നു ഈശോയുടേത്. നന്ദി ഉണ്ടാവണം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഈശോ പിതാവിനോട് നന്ദിയുള്ളവനായിരുന്നു. അതുകൊണ്ട് തന്നെ ഈശോയുടെ ഓരോ പ്രവൃത്തികളും പിതാവിനുള്ള കൃതജ്ഞത അർപ്പണമായിരുന്നു. നമ്മൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പ്രത്യുപകാരമായി, നന്ദി സൂചകമായി ചിലപ്പോഴെങ്കിലുമൊക്കെ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയും തൻ്റെ പ്രാർത്ഥന പിതാവ് ശ്രദ്ധിക്കുമെന്നും ശ്രവിക്കുമെന്നും ഈശോയ്ക്ക് ഉറപ്പുണ്ട്. അതാണ് 42-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് കർത്താവ് തന്നെയും പിതാവിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവം പറയുകയാണ്. കാരണം ഈശോ എപ്പോഴും പിതാവുമായുള്ള കൂട്ടായ്മയിലാണ് ജീവിക്കുന്നത് എന്നതാണ് അവിടുത്തെ കൃതജ്ഞതാ നിർഭരമായ ജീവിതത്തിൻ്റെ അടിസ്ഥാനം.
പിതാവുമായുള്ള കൂട്ടായ്മയിൽ, ആ സ്നേഹബന്ധത്തിൽ അവിടുന്ന് ആയിരിക്കുന്നു. സഹോദരങ്ങളെ, ദൈവവുമായുള്ള ഐക്യം പ്രാർത്ഥനയുടെ ഫലദായകത്വത്തിന് അത്യന്താപേക്ഷിതമാണ് എന്ന് നമുക്കറിയാമല്ലോ. ചോദിക്കുന്നയാള് ഞാൻ ചോദിക്കുന്ന കാര്യം എനിക്ക് ചെയ്തു തരും എന്ന് ബോധ്യവും വിശ്വാസവും ഉള്ളപ്പോഴാണ് എൻ്റെ ചോദ്യം ഫലപ്രദമായി തീരുന്നത്. ദൈവത്തിൻ്റെ തിരുമുമ്പിൽ പ്രാർത്ഥനയിലൂടെ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ അവനുമായുള്ള സ്നേഹബന്ധത്തിലൂടെ എനിക്ക് ലഭിക്കുമെന്നുള്ള ഉറപ്പ്, ഫലദായകത്വം എന്നാണ് അതിനെ വിളിക്കുക. അത്യന്താപേക്ഷിതമാണ് ഇപ്രകാരം ഒരു ചിന്ത. തന്നോടുള്ള ഐക്യത്തിൽ ജീവിക്കുന്ന തൻ്റെ ശിഷ്യർക്കും ഈ ഉറപ്പുണ്ടാകണമെന്ന് ഈശോ പറയുന്നുണ്ട്. അത് കേവലം ഈശോയുടെ മാത്രം ഒരു ഉറപ്പായിട്ടല്ല അവൻ കാണുന്നത്, മറിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 7-ാം തിരുവചനം വായിച്ചാൽ നിങ്ങൾക്ക് ഈ വചനത്തെ അല്പം കൂടെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. സ്ക്രീനിൽ നിങ്ങൾക്ക് ആ വചനം കാണുകയും ചെയ്യാം. യോഹന്നാൻ 15-ാം അധ്യായം 7-ാം തിരുവചനം. ഈശോ ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. ഇതാണ് ഉറപ്പ്. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഈശോ ഉറപ്പോടുകൂടെ പറയുന്നത്. പിതാവിൻ്റെ സന്നിധിയിൽ നമ്മൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകളൊന്നും കേൾക്കപ്പെടാതെ പോകില്ല എന്നും എല്ലാ പ്രാർത്ഥനകളും ശ്രവിക്കുന്നവനാണ് അവിടുന്ന് എന്നും നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വചനഭാഗമാണിത് എന്ന് പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി വ്യക്തമാക്കി തരുകയാണ് യോഹന്നാൻ സുവിശേഷകൻ. ഇങ്ങനെ ദൈവ ഐക്യത്തിൽ ജീവിക്കുന്നവരുടെ പ്രാർത്ഥന ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തുന്ന ഒരു മാധ്യമമാണെന്നും ഈശോയുടെ പ്രാർത്ഥന സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം ഞാൻ ആവർത്തിക്കുകയാണ്. ദൈവ ഐക്യത്തിൽ ജീവിക്കുന്നവരുടെ പ്രാർത്ഥന ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തുന്ന ഒരു മാധ്യമമാണെന്ന് ഈശോ ഇതിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മെ. ദൈവ ഐക്യത്തിൽ ജീവിക്കുക എന്നതാണ് നമ്മെക്കുറിച്ചുള്ള സൃഷ്ടികളായ മനുഷ്യ മക്കളെ സംബന്ധിച്ചുള്ള സൃഷ്ടാവിൻ്റെ പദ്ധതി എന്ന് പറയുക. ദൈവ ഐക്യത്തിൽ ജീവിക്കുമ്പോൾ അതുവഴിയായി നമ്മുടെ പ്രാർത്ഥനകൾക്ക് തീർച്ചയായും ഉത്തരം ലഭിക്കുമെന്നും അത് ദൈവത്തിൻ്റെ ഇടപെടലിനെ പ്രകാശിപ്പിക്കാനും വെളിപ്പെടുത്താനുമുള്ള ഒരു മാധ്യമമായി വർത്തിക്കുമെന്നും ഈശോ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് 11-ാം അധ്യായത്തിൻ്റെ 42-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം ഒരു വചനം വായിക്കുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിൽ ആ വചനം കാണാനായി സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 42-ാമത്തെ വചനം. എന്നെ അയച്ചവൻ അവിടുന്നാണെന്ന് ചുറ്റും നിൽക്കുന്ന ജനം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. നോക്കിക്കേ, ഈശോ പറയാണ്, എന്നെ അയച്ചവൻ അവിടുന്നാണെന്ന് ചുറ്റും നിൽക്കുന്ന മറ്റുള്ളവർ അറിയാൻ വേണ്ടി. എനിക്ക് ഈ കാര്യത്തിൽ നല്ല ഉറപ്പുണ്ട് കേട്ടോ. മനസ്സിലായോ നിങ്ങൾക്ക്? ഈശോയ്ക്ക് ഉറപ്പില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ചുറ്റുമുള്ള മറ്റു മനുഷ്യരും കൂടെ അത് ബോധ്യപ്പെടണമെന്നുള്ളതാണ് ഈശോയുടെ ആഗ്രഹം. ദൈവപിതാവിനെ വെളിപ്പെടുത്തുന്നത് എല്ലാവരും കൃത്യമായി ഗ്രഹിക്കണമെന്നുള്ള ഈശോയുടെ ആഗ്രഹമാണ് മറ്റുള്ളവർക്ക് വേണ്ടി ഈശോ നടത്തുന്ന ഈ പ്രാർത്ഥനയിലൂടെ വെളിപ്പെടുന്നത്. സഹോദരങ്ങളെ, പ്രാർത്ഥന ഒരു വെളിപ്പെടുത്തലാണ്. ഞാൻ ആവർത്തിക്കുന്നു, വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻ്റാണിത്. പ്രാർത്ഥന ഒരു വെളിപ്പെടുത്തലാണ്. പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നു. അതാണ് ഈശോ ഇവിടെ ഉയർത്തിക്കാട്ടുന്നത്. പ്രാർത്ഥന ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെയും അവിടുത്തോടുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെയും പ്രകാശനമായതുകൊണ്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ അത് കാണുന്നവർക്ക് അത് ദൈവത്തിൻ്റെ ഒരു വെളിപ്പെടുത്തലായി തീരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെയും അവിടുത്തോടുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെയും പ്രകാശനമാണ് പ്രാർത്ഥന. എനിക്ക് കർത്താവിൽ വിശ്വാസമുണ്ടെങ്കിൽ, എനിക്ക് അവനോട് സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ. ചിലരെങ്കിലുമൊക്കെ പറയാറില്ലേ, അച്ഛൻ ഞാൻ പ്രാർത്ഥിക്കുന്നില്ല,
എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ സാധിക്കാത്തത്? പലവിധ പ്രശ്നങ്ങളിൽ അകപ്പെട്ട് ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോൾ, അവനെ പൂർണ്ണമായും സ്നേഹിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് പ്രാർത്ഥന ഇല്ലാതാകുന്നത്, പ്രാർത്ഥനയിൽ മാന്ദ്യം സംഭവിക്കുന്നത്, പ്രാർത്ഥനയിൽ നമുക്ക് പല വിചാരങ്ങൾ ഉണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, അവിഭക്തമായ മനസ്സോടെ പൂർണ്ണമായ ഇഷ്ടത്തോടും ആഗ്രഹത്തോടും കൂടെ ദൈവത്തിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ടും അവനെ പൂർണ്ണമായും സ്നേഹിച്ചുകൊണ്ടും നാം മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ പ്രകാശനമായി തീരും, അതൊരു വെളിപ്പെടുത്തലായി തീരും എന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. ഇപ്രകാരം പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ഈശോ ലാസറിനെ ഉയർപ്പിക്കുന്നത്. മരണശേഷം ഈശോ ഉദ്ധാനം ചെയ്തതുപോലുള്ള ഒന്നായിരുന്നില്ല ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവം. ഈശോ ഉയർത്തത് മഹത്വത്തിൻ്റെ ജീവിതത്തിലേക്കാണ്, നിത്യജീവനിലേക്കാണ് അവിടുന്ന് പ്രവേശിച്ചത്. എന്നാൽ ലാസറിൻ്റേത് പുനരുദ്ധാനമായിരുന്നില്ല, മറിച്ച് പുനരുജ്ജീവനം മാത്രമാണ് എന്ന് മനസ്സിലാക്കണം. കാരണം എന്താണെന്നറിയാവോ? ലാസർ മരണത്തിൽ നിന്നും ഈ ലോക ജീവിതത്തിലേക്ക് തന്നെയാണ് തിരികെ എത്തിയിരിക്കുന്നത് എന്നതുകൊണ്ട് പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിനെയാണ് പുനരുദ്ധാനം എന്ന് വിളിക്കുന്നത്. ഈശോ പുനരുദ്ധാനം ചെയ്ത് പുതിയ ഒരു ജീവിത തലത്തിലേക്കാണ് എത്തപ്പെട്ടത്. എന്നാൽ ലാസർ വീണ്ടും മാനുഷികമായ ജീവിതത്തിലേക്ക് തന്നെയാണ് പുനരുജ്ജീവനം സാധിച്ചത്. അതുകൊണ്ട് തന്നെയും പുനരുദ്ധാനം എന്ന് പറയുന്നത് മഹത്വീകരിക്കപ്പെട്ട ഒരവസ്ഥയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, യേശു കർത്താവിൻ്റെ ഉയിർപ്പും ലാസറിനെ ഉയർപ്പിക്കുന്നതും തമ്മിൽ ചില ബന്ധങ്ങളും സാമ്യങ്ങളും ഉണ്ടെങ്കിലും ഇവ തമ്മിൽ കാതലായ ഒരു വ്യത്യാസമുണ്ടെന്നും ഈശോയുടേത് പുനരുദ്ധാനമായിരുന്നുവെന്നും ലാസറിൻ്റേത് കേവലം പുനരുജ്ജീവനം മാത്രമാണെന്നും തിരിച്ചറിയണം നാം ഓരോരുത്തരും. ഈ എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. തുടർച്ചയായി അടുത്ത കാര്യങ്ങൾ വീണ്ടും നമ്മൾ കണ്ടുമുട്ടും വരെയും നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിരിക്കണം, ദൈവസ്നേഹം നിങ്ങളോട് കൂടെയുണ്ടാകട്ടെ. കൃതജ്ഞതാപൂർവ്വം ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് കാത്തിരിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ.